ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച നടക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് ചടങ്ങുകൾ. നാളെ രാവിലെ മുതൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനം ആരംഭിക്കും. അന്ത്യശുശ്രൂഷകൾ സംബന്ധിച്ച് നാളെ ചേരുന്ന കർദിനാൾമാരുടെ യോഗത്തിൽ തീരുമാനമാകും. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം ചേരും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണകാരണം പക്ഷാഘാതവും ഹൃദയസ്തംഭനവുമെന്ന് വത്തിക്കാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിന് ന്യൂമോണിയ, ടൈപ്പ് 2 ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ബ്രോങ്കൈറ്റിസ് എന്നിവ ഉണ്ടായിരുന്നതായും വത്തിക്കാൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതുവരെ കർദിനാൾ കാമർലെങ്കോ കെവിൻ ഫാരലിന് താൽക്കാലിക ചുമതല നൽകി. വത്തിക്കാനിലെ വസതിയിൽ ഇന്ത്യൻ സമയം ഇന്നലെ രാവിലെ 11:05 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചിച്ച് കേന്ദ്ര സർക്കാർ രാജ്യത്ത് 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തും ഇന്നും നാളെയും ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഖബറടക്കം നടത്തുന്ന ശനിയാഴ്ചയും രാജ്യത്ത് ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ കത്തോലിക്ക രൂപതകളിലും 9 ദിവസത്തെ ദുഃഖാചരണത്തിന് CBCI നിർദ്ദേശം നൽകി. ഇന്നും ഖബറടക്ക ദിവസവും പള്ളികളിലും സഭയുടെ മറ്റ് സ്ഥാപനങ്ങളിലും പ്രത്യേക കുർബാനയും ഉണ്ടാകും.